ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിട്ടുള്ളത് വെന്നിയൂർ കാർ വീട്ടിലാണ്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഇത് വെന്നിയൂർ നമ്മളെ കോട്ടക്കലിനും ചെമ്മാടിൻ്റെ സെൻറ്ററായിട്ട് വരും. മലപ്പുറം ജില്ലയിലാണ്. പിന്നെ കോഴിക്കോട്ട് നിന്ന് വരുന്നവർക്ക് ഇങ്ങനെ ചേളാരി, തൽപ്പാറ, കക്കാട് കഴിഞ്ഞാൽ വെന്നിയൂർ. തൃശ്ശൂരിൽ നിന്ന് പറ്റുന്ന വരുന്നവർക്ക് തൃശ്ശൂരിൽ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ കോട്ടക്കൽ, ചെങ്കുവട്ടി, കോയിച്ചന, പൂക്കിപ്പറമ്പ്, വെന്നിയൂർ. വെന്നിയൂർ നമ്മൾ താനൂർ റോട്ടിലാണ് കേട്ടോ. കപ്രാട് സ്കൂളാണിത്. കപ്രാട് സ്കൂളാണ്. കപ്രാട് നമ്മളെ ലൊക്കേഷനിൽ അടിച്ചാൽ തന്നെ കിട്ടും. വേണമെങ്കിൽ പിന്നെ നമ്മളെ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ, വിളിച്ചാൽ മതി, നമ്മൾ ലൊക്കേഷൻ ഇട്ടോളാം. അത് നമുക്ക് ഒരു ആയിക്കോട്ടെ. വെൻഡോ ഹൈലൈൻ ആണ്. വെൻഡോ ഹൈലൈൻ 2013 വണ്ടിയാണ്. എത്ര ഓണർ ആയിരിക്കുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാ. ടോപ്പ് വണ്ടിയാണ്. എത്ര ഓണർഷിപ്പ്? ഓണർ സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ, ഹൈലൈൻ വണ്ടി, ഡീസൽ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഏകദേശം മൈലേജ് കിട്ടുന്നത്? മൈലേജ് എങ്ങനെ ആയാലും ഒരു 20-22 മൈലേജ് കിട്ടൂലേ. നല്ല വണ്ടിയാണ്. ഇതെത്ര റേറ്റ് ഉണ്ട്? ഇത് നമുക്ക് 2.5 റുപ്യ കൊടുക്കാം. 2.5 ലക്ഷം റുപ്യക്ക് ഒരു ഡീസൽ ഹൈലൈൻ വെൻഡോ. അടുത്തത് ഉണ്ടായി ഐറ്റൻ ഗ്രാൻഡ്. മാഗ്നയാണ്. ഇത് എത്ര ഓണർഷിപ്പ്? ഇത് 3ാമത്തെ ഓണറാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 87 ഓടിയിട്ടുള്ളൂ. ആൻഡ്രോയിഡ് നല്ല സിസ്റ്റമുള്ള ഇതാണ്. സ്ക്രീനും കാര്യങ്ങളൊക്കെ വരും. നല്ല വണ്ടിയാ. കാണാനൊക്കെ വൃത്തിയുണ്ട് കേട്ടോ. ക്ലീൻ പീസ് വണ്ടിയാണ്. ഇവിടെ വന്നാല് വാഹനം ചെക്ക് ചെയ്യാനുള്ള ചെക്ക് ചെയ്യാൻ വർഷാപ്പേരായിട്ട് വന്നോട്ടെ. ചെക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോയാൽ മതി. പിന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനല്ലേ, അതിനുള്ളൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. അടുത്തത് ഷിഫ്റ്റില്ല. അടുത്ത് സ്വിഫ്റ്റ് ഡിസയർ. ഏതാ മോഡലുണ്ട്? ഇത് 2013 സ്വിഫ്റ്റ്. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഡീസൽ അല്ല വണ്ടി? ഡീസൽ LD ആയിട്ടാ. ഇതിനും അതേമാതിരി തന്നെ. ഇത് എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ്. സെൻട്രൽ ലോക്ക് ഫുള്ള് ഉണ്ട്. ഇത് ചോദിക്കുന്ന എത്ര? ഇത് നമുക്ക് 2.25 കൊടുക്കാം. 2.25 സ്വിഫ്റ്റ് ഡിസയർ 2013 വണ്ടി കേട്ടാ. അടുത്തത് പൂണ്ടോ വണ്ടി. 2012 പൂണ്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടി. സെക്കൻഡ് ചാവി ഒക്കെ ഉള്ള. ഓണർഷിപ്പ് ഇത് 3-4 ആണ്. നല്ല സീറ്റ്, കട്ട സീറ്റ് ഒക്കെ ഉണ്ടല്ലേ. നല്ല വണ്ടിയാണ്. സ്വിഫ്റ്റിന്റെ സെയിം അല്ല. ഇവരെ എഞ്ചിനാണ് സ്വിഫ്റ്റും. ഫിയറ്റിന്റെ എഞ്ചിനാണ് സ്വിഫ്റ്റും ചവർലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതെത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 2.40 കൊടുക്കാം. അല്ല 1.40, സോറി 1.40 കൊടുക്കാം കേട്ടാ. 1.40. 2027 പേപ്പറിലെ ഫുൾ ഓപ്ഷൻ പൂണ്ടോ ഡീസൽ. അടുത്തത് നമ്മളെ ഡാറ്റ്സൺ ഗോ പ്ലസ് 7 സീറ്റ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ഇപ്പൊ നമ്മളാണ്. എന്റെ പേരിലാണ് വണ്ടി ഉള്ളത്. ഇതെത്ര ഓടിക്കുന്നുണ്ട്? ഇത് 79 7 സീറ്റ് ആട്ടാ. ഈ വണ്ടി എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ കൊണ്ടുനടക്കുന്നിടത്താണ് മൈലേജ് ഉണ്ടാക്കല്. 7 സീറ്റ് ആണ് കേട്ടാ. 7 സീറ്റ് അന്വേഷിക്കുന്നവർക്ക് ചെറിയ വണ്ടി, ചെറിയ മുടക്കില് 2,10,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. വെറും 2,10,000 രൂപ. അത്യാവശ്യം വൃത്തി. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. വീണ്ടും ഒരു ഫിയറ്റ് പൂണ്ട 2011 ഡീസൽ ഇട്ടാ. ഇതെത്ര ഓടിക്കുന്നുണ്ട്? 11. ഇത് ഓട്ടം 90 ഓടിയിട്ടുള്ളൂ. പിന്നെ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ഇപ്പൊ നമ്മളാണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടാ. 31 വരെ പേപ്പറുണ്ട്. 2031 വരെ പേപ്പർ.
ഒന്ന് 6 കൊല്ലത്തെ പേപ്പർ ഇഞ്ഞുണ്ട്. ഒന്നും എടുക്കുന്ന ആൾക്ക് ഒന്നും ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാനും ഇല്ലല്ലോ. ഒന്നും ചെയ്യാൻ നല്ല വണ്ടിയാ, നല്ല വണ്ടിയാ. നല്ല വണ്ടി. ഇത് ഏകദേശം എത്ര മൈലേജ് കിട്ടും വണ്ടി? മൈലേജ് എങ്ങനെയായാലും സ്വിഫ്റ്റിനെക്കാട്ടി മൈലേജ് കിട്ടും. കിട്ടില്ല. 22 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ചോദിക്കുന്ന ഇത് ചോദിക്കുന്നത് നമുക്ക് 1.5 റുപ്യാണ്. 1.5 റുപ്യക്കില്ല. എന്തായാലും ചെറുതായിട്ട് ഒരു 1-2 റുപ്യ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതെത്ര? ഇത് 2013-14 സാൻഡ്രോ. 13-14 സാൻഡ്രോ അല്ല. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 1.20 കൊടുക്കാം. 1.20. 1,20,000. ഇത് നോട്ട 43 ഓടിയിട്ടുള്ളൂ. 43 ഇല്ല. ഉള്ളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല വണ്ടിയാണ്, നല്ല വണ്ടി. ഇത് നമ്മൾ ചെറിയൊരു ഇതൊരു ഫോൾട്ട് ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ വില കുറച്ച് കൊടുക്കട്ടോ. ഇതിന്റെ മാർക്കറ്റ് റേറ്റ് തന്നെ എങ്ങനെയാലും 1.92 റുപ്യ വില. റീപ്ലേസ് ചെയ്തില്ല, റീപ്ലേസ് കമ്മിതായിട്ട് തന്നെ. ഇത് ഇവിടെ ഒരു പണിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഈ സൈഡിൽ കേട്ടോ. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരു 50,000 റുപ്യന്റെ അതുകൊണ്ട് വ്യത്യാസമുണ്ട്. നമുക്കൊരു 1.20 കൊടുക്കാം. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അത് അൾട്ടോ ഉണ്ട് അടുത്ത്. 2009 അൾട്ടോ. 29 പേപ്പർ 29 പേപ്പർ എടുത്താണ്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയറാണ്. അപ്പോളോ ടയർ 4 ഉണ്ട്. നല്ല സീറ്റ് കവർ, നല്ല സീറ്റൊക്കെ കവർ ചെയ്താണ്. അതെ. ഇത് എത്ര ഓണർഷിപ്പ്? ഇത് ഓണർഷിപ്പ് 3 ഓണർഷിപ്പാണ്. നല്ല ക്ലീൻ പീസ് ഉണ്ട്. നല്ല പൊയിനീർ സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സിസ്റ്റം. പിന്നെ ഇതിന് സെൻട്രൽ ലോക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്. സെക്കൻഡ് ചാവി ഉണ്ട്. നല്ല പൊയിനീർ സെറ്റ് ഉണ്ട്. ഫോഗ് ലാമ്പും ഉണ്ട്. അത് ചെക്കന്മാർ കൊണ്ടുനടക്കുമ്പോൾ അതും ഫുള്ള് ഇതായിട്ട് ചെയ്ത് നമുക്ക് കസ്റ്റമർ 1.5 ഫൈനൽ കൊടുക്കാം. 1,05,000 റുപ്യക്ക് കൊടുക്കാം. ഒമ്നി 2011 2031 വരെ പേപ്പറുള്ള ഒമ്നി. ഫുള്ള് പേപ്പറും കാര്യങ്ങളൊക്കെ പേപ്പറുള്ളത്. ഇനി റിന്യൂവൽ നമ്മൾ കാണിച്ചു കൊടുത്ത ടെസ്റ്റിന് കാണിച്ചു കൊടുത്താൽ മതി. ആവശ്യങ്ങൾക്കും നല്ല വണ്ടിയാണ്. സർവീസുകൾക്കൊക്കെ നല്ല പ്ലാറ്റ്ഫോം, തരി തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സാധനം. ടയർ അത്യാവശ്യം ഉണ്ടല്ല. ടയർ 4 പുത്തനാണ്. പുത്തൻ ടയർ 4. ഇതെത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 1.20 കൊടുക്കാം. 5 കൊല്ലത്തെ പേപ്പർ എടുത്ത് കേട്ടോ. 5 കൊല്ലത്തെ പേപ്പർ ഒക്കെ എടുത്ത് തരും. എടുക്കുന്നവർക്ക് നേരെ കൊണ്ട് ഓടാൻ മാത്രമേ ഒന്നുമില്ല. ടാറ്റ സഫാരി ഡൈക്കോർ ഇഞ്ചൻ വരുന്നേ. ഏതാ മോഡൽ? ഇത് 2009 29 വരെ റിന്യൂവൽ ഉള്ള വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പും കുറവാണ്. ഇപ്പൊ ഈ പ്രായത്തിനൊക്കെ നല്ല ഓണർ ഉണ്ടാണ്. ഇത് ഇപ്പൊ സെക്കൻഡ് ഓണറാണ്. തേർഡ് നമ്മളാണ്. തേർഡ് ഓണർ ആയിട്ടുള്ള. ഇതിന് ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് നമുക്കൊരു 2.40 കൊടുക്കാം. 2.40. ഇതെത്ര മൈലേജ് കിട്ടും വണ്ടി? മൈലേജ് 17 മൈലേജ് കിട്ടും. 17 കിട്ടില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാട്ടാ. സൺറൈസ് മറ്റേ റൂഫേസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇത് ഡാറ്റ്സൺ ഗോ 5 സീറ്റ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് 7 സീറ്റ് ആണ്. ഇത് 5 സീറ്റ് ആണ്. രണ്ടും ഒരേ വണ്ടിയാണ്. പിന്നെ മോഡലിന് വ്യത്യാസമുള്ളൂ. ഇത് 14 ആണ്, അത് 16 ആണ്. 14. ഇത് ഓണർഷിപ്പ് 3. റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം നല്ല അത്യാവശ്യം ഉള്ള ടയർ ഉണ്ട്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഒരാൾക്ക് ഇന്ന് കൊണ്ടുപോയി വണ്ടി ഓടിക്കാൻ വൃത്തിയാക്കലൊന്നുമില്ല. വൃത്തിയാക്കണം. കമ്പനി സീറ്റാണേ. കമ്പനി സീറ്റ് ഉണ്ടല്ല. 14 മോഡലാണേ. ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് ചോദിക്കുന്ന റേറ്റ് നമുക്ക് 1.5 ലക്ഷം റുപ്യ കൊടുക്കും. 1.5 ലക്ഷം റുപ്യ. അടുത്തൊരു ഹോണ്ട ബ്രിയോ ഉണ്ടല്ലോ. ബ്രിയോ 12 മോഡൽ. 12 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 5 അലൈവിലാട്ടാ. 5 അലൈവിൽ 5 പുത്തൻ ടയറുമാണ്. സ്റ്റെപ്പിന് വരെ അലൈവ്. കമ്പനി സീറ്റാണേ. കമ്പനി സീറ്റ് വണ്ടിയാണ്. ലേഡീസിനൊക്കെ ഒറ്റ വണ്ടിയില്ല. ലേഡീസ് വണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കല്. ലേഡീസാണ് ബ്രിയോ.
ലേഡീസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ലേഡീസിനായിട്ട് ഇറങ്ങിയത് തന്നെയാണ്. ലേഡീസിന് ഏത് ഇടയിലൂടെ കൊടുക്കാം. ഇത് നമുക്ക് അവർക്ക് ഫൈനലായിട്ട് 190 നമുക്ക് കൊടുക്കട്ടെ. 1,90,000 രൂപയ്ക്ക് റീപ്ലേസ് ഒന്നുമില്ല. 83 ഓടിയിട്ടുള്ളൂ. പിന്നെ 3ാമത്തെ ഓണറാണ്. കുറഞ്ഞ ഓട്ടോ ഓടിയ വണ്ടി. കുറഞ്ഞ ഓട്ടോ ഓടിയോ ഹോണ്ട ബ്രിയോ. ഏത് ലേഡീസ് ഉണ്ടെങ്കിൽ വന്നോളി. മോഡല് 2011-12 റേസർ. 11-12 സെക്കൻഡ് ഓണർ കേട്ടോ. എത്ര ഓണർഷിപ്പ്? സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. സീറ്റും അവരൊക്കെ ചെയ്താണ്ട് കാര്യം സെൻട്രൽ ലോക്ക്, റിമോട്ട് എല്ലാം ഉണ്ട്. അടിപൊളി സീറ്റാണ്. ഇത് കൊണ്ടുവരുന്ന ആൾ അത്യാവശ്യം എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. കൊണ്ടുവന്ന വണ്ടിയാണ്. ടയറും ഉണ്ട്. ആവറേജ് ഒരു 75-80% ടയർ. റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. ഇതിന്റെ വില എത്ര? ഇത് നമുക്കൊരു 1,35 ഫൈനലിൽ കൊടുക്കാം. 1,35 ഫൈനലിന്. അടുത്ത സ്വിഫ്റ്റിലാ? സ്വിഫ്റ്റ്. ഏതാ ഡീസൽ? അതെ, ഇത് 2008 സ്വിഫ്റ്റ് VDI ഉണ്ട്. അലൈവിലൊക്കെ വരണം. അലൈവിലും നല്ല ക്വാളിറ്റി അലൈവിലാണ്. അലൈവിലൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ. ഇത് എത്ര ഓണർഷിപ്പ്? ഇത് ഓണർഷിപ്പ് നമുക്ക് നോക്കിയിട്ടില്ല. 2-3 ഒറ്റ ഉണ്ടാവും. പിന്നെ 2008 വണ്ടിയല്ലേ, ഈ ഓണർഷിപ്പിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതെന്താ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,80 കൊടുക്കാം. 1,80. ഏത് മോഡലാണ്? 2008 55. 28 പേപ്പർ ഉണ്ടാവും. തിരൂർ രജിസ്ട്രേഷൻ. അടുത്തത് ഇത് i20 ഡീസൽ ആസ്റ്റ ഫുൾ ഓപ്ഷൻ. ഏതാ മോഡൽ വരുന്നത്? 2011 31 പേപ്പർ. പുതിയ പേപ്പർ. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കുട്ടീനാ സീറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ. ഒരു ആവറേജ് ഉണ്ട്. ഇപ്പൊ എടുക്കണമെന്ന് കാര്യമായിട്ട് പണിയൊന്നും എടുക്കാനില്ല. ഇത് റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇത് എത്ര ചോദിക്കില്ല? ഇത് നമുക്ക് ഒരു 1,45 നമുക്ക് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്ത് കണ്ടിട്ടാ. പുതിയ പേപ്പർ ഒക്കെ എടുത്തുതരും. ഒന്നും ചെയ്യാനില്ല. 5 കൊല്ലത്തെ പേപ്പർ എടുത്തിട്ട് നമുക്ക് 1,45 കൊടുക്കാം. അടുത്ത ഷവർലെ ബീറ്റ് 2013 മോഡല് LT ഫുൾ ഓപ്ഷന്. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 ആണ്. 3ാമത്തെ നമ്മളാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്ഡേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. 10-55 റുപ്യന്റെ പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകണമെനിക്ക് ഓടിക്കൊടുത്താൽ മതി. സീറ്റ് കുഴപ്പമില്ല. ആവറേജ് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കിളി വാഹനല ഫുൾ ഓപ്ഷൻ ആട്ടാ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് നമുക്ക് 1 റുപ്യ കൊടുക്കാം. 1 റുപ്യക്ക് ഫൈനല് നമ്മളെ കൈ തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. അതൊരു നിസാൻ. പിടിച്ചോളൂ. നിസാൻ. എത്ര മോഡൽ? നിസാൻ മൈക്ര ഡീസൽ XV ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ഡീസലാണ്. റീ ആട്ടോ. റീ വണ്ടിയാണ്. നമ്മളിവിടെ വന്നുകാണ്ട് പിന്നെ റീ ഇത് പറയാതെ. ഇത് കർണാടക റീ ആണ്. 2018 റീ ആയതാട്ടോ. ഇപ്പോഴൊന്നുമല്ല. ഇല്ല, റീപ്ലേസും കാര്യങ്ങളും. മെയിൻ ക്ലാസ് ഉണ്ട്. അത് പിന്നെ അവിടുന്ന് വരുന്നതാണ്. അതെ. നോക്കിക്കോളി. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സിസ്റ്റം ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഓടിക്കണേ? കിലോമീറ്റർ മീറ്ററിൽ 90 സംതിങ് ഉള്ളൂ. ഇപ്പൊ ടൈം ബെൽറ്റ് ഒക്കെ മാറ്റിയതാട്ടാ. ടൈം ബെൽറ്റ് മാറ്റിയത് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് നമ്മൾക്ക് ചോദിക്കണം 1,45 കൊടുക്കാം. 1,45. നിസാന്. അതൊരു വാഗനർ 2029 പേപ്പറുള്ള LXI വാഗനർ. ബ്ലാക്ക് കളർ വാഗനർ. ബ്ലാക്ക് ആൾക്കാരൊക്കെ അന്വേഷിച്ചിരിക്കുന്ന ചെറിയൊരു ഫാമിലി പറ്റിയ നല്ല വണ്ടിയാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സീറ്റും കമ്പനി. നല്ല മെക്കാനിക്കല്ലേ, നല്ല എഞ്ചിനാ.
ഇത് എത്ര ഓണർഷിപ്പ് വെക്കണേ? എത്ര ഓണർഷിപ്പ് വെക്കണേ? ഓണർഷിപ്പ് 3 or 4 എന്തോ ആണ്. 3 or 4 എന്തോ ആയിട്ടുള്ളൂ. നമ്മൾ നോക്കലില്ല ഓണർഷിപ്പ് ഒന്ന് മോഡൽ കുറഞ്ഞുകൊണ്ട്. ഇത് നമുക്ക് ഒരു 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. അപ്പോൾ അടുത്തൊരു ഞാനോ ഇതേതാ മോഡല്? ഇത് 2011 വണ്ടിയാണ്. പിന്നെ സിംഗിൾ ഓണർ ആയിരുന്നു, ഇപ്പോൾ സെക്കൻഡ് അയക്കണ്. പിന്നെ ഇത് നമുക്കൊരു 32 രൂപയൊക്കെ കൊടുക്കാം. ലാസ്റ്റ് പേരാണ് നമുക്ക് 30 രൂപയ്ക്ക് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 30 രൂപ കൊടുക്കല. ഈ ഉള്ള കോലത്തിലട്ടാ കൊണ്ടേ വൃത്തിയാക്കലൊക്കെ അവര്. ഇത് ഫോർഡ് ഫിഗോ അത് മോഡല്. ഇത് 2011 31 വരെ പേപ്പർ. റീപ്ലേസ് കാര്യമായിട്ട് ഇതൊന്നും കാണുന്നില്ല. പൂട്ടി ഇങ്ങോട്ട്. ഇത് മോഡല് 2011 മോഡലാ. 11 പുതിയ പേപ്പർ. പുതിയ പേപ്പറല്ല. പഞ്ചലത്തൊന്നും നോക്കണ്ട. പഞ്ചലത്തൊന്നും നോക്കണ്ട. നോക്കാം. ഇത് റീപ്ലേസ് ചെയ്യണ്ട? റീപ്ലേസ് ഇല്ല, കാര്യമായിട്ട് റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ് ചെയ്യാനില്ല. ഇത് എത്ര ഓണർഷിപ്പ് വെക്കണേ? ഓണർഷിപ്പ് 3. ഇത് ചോദിക്കുന്ന റേറ്റ് എത്ര? ലാസ്റ്റ് എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് നമ്മള് 1.5 കൊടുക്കാം. 1 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കട്ടാ. ഫൈനല് ഫോർഡ് ഫിഗോ. അടുത്തൊരു ആൾട്ടോ ഉണ്ടല്ലോ. ആൾട്ടോ മോഡല് 2009 LXI. 2009 LXI. തിരൂർ രജിസ്ട്രേഷൻ. ആവറേജ് വണ്ടി ഒരു നല്ല 5 കൊല്ലം പേപ്പർ ഉണ്ട്. 5 കൊല്ലം പേപ്പർ ഉണ്ട്. 5 കൊല്ലത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് വണ്ടി. എത്ര ഓണർഷിപ്പ് വെക്കണത്? ഓണർഷിപ്പ് 3. 3. ഇതിനെ ചോദിക്കുന്ന റേറ്റ് നമുക്ക് 1 രൂപ കൊടുക്കാം. 1 രൂപയ്ക്ക്. അത് ഡാർസ് അല്ല. ഏതാ മോഡലുണ്ട്? ഇത് 2016 വണ്ടി. 16 വണ്ടിയിലാ. എത്ര ഓണർഷിപ്പ് വെക്കണത്? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ആട്ടാ. സെക്കൻഡ് ഓണർഷിപ്പിലാ. ഇവിടെ തുറന്നു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടിയാ. ഒരു ചെറിയ മുടക്കില് ഉള്ള ആൾക്കാർക്ക് ഒരു നല്ല 2016 വണ്ടിയാണ്. 2016. ഇത് ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് നമുക്ക് ഒരു 1.5 രൂപ കൊടുക്കാം. 1.5 രൂപയ്ക്കല്ല. റീപ്ലേസ് കാര്യങ്ങളുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാ. അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇതിൽ മാറ്റാനുള്ള നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റണം. വൃത്തിയില്ല, വേറെ ഒന്നുമില്ല. നിസാൻ മൈക്ര. ഇത് 2011 വണ്ടിയാണ്. പിന്നെ 2031 വരെ ടാക്സ് ഉണ്ടാവും. പുതിയ പേപ്പർ. എത്ര ഓണർഷിപ്പ് വെക്കുന്നത്? ഓണർഷിപ്പ് എത്രയാന്ന് അറിയില്ല. റീവണ്ടി അല്ലേ? സെൻട്രൽ ലോക്ക്, കീലസ് എൻട്രി എല്ലാം ഉണ്ടല്ലേ? സീറ്റ് അത്യാവശ്യം നല്ല സീറ്റാ. നല്ല ഹൈ ക്വാളിറ്റി ലെതറാണ്. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. എല്ലാം ഉണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് നമുക്ക് 1.50 കൊടുക്കാം. 1.50 പേപ്പർ എടുത്തിട്ട്. പേപ്പർ ഫുൾ എടുത്തു തരും. 5 കൊല്ലത്തെ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കാം നമുക്ക്. 5 കൊല്ലത്തിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എത്ര വാഹനം നമ്മൾ കണ്ടത്? നമ്മളിന്നൊരു 10-20 ചില്ലറ ഉണ്ടാവും. 34 വണ്ടി ഉണ്ടായിരുന്നു മിഞ്ഞാന്ന്. ബാക്കിയൊക്കെ പോയതാണ്. 35 വാഹനം നമ്മളിപ്പോ കണ്ടു. അപ്പൊ നമ്മളെ ഈ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വെന്നിയൂർ എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയില് തിരൂരങ്ങാടിന്റെ കോട്ടക്കലിന്റെ നടുവില് മമ്പുറൊക്കെ അടുത്ത്, മമ്പുറം മക്കാമിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. വെന്നിയൂർന്ന് നമ്മൾ താന്നൂർ റോട്ടിലാട്ടാ. താന്നൂർ റോട്ടിൽ കയറി പാടാണ്. ഏകദേശം ഒരു 500 മീറ്റർ പോകാൻ പറ്റില്ല. ഇവിടെ കപ്രാടി സ്കൂളിന്റെ അടുത്ത് തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. ബൈ.